so long. We've been waiting for this time to begin. We ain't getting any older. I kind of feel a little younger. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിന്റെ കവാടത്തിന് മുന്നിൽ. നമ്മൾ ഒരു 5-5:30 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. ഇവിടെ എത്തിയപ്പോൾ 11:30 മണിയായി. ഞങ്ങൾ കുറച്ച് സമയം കളഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് വന്നതെന്ന് മാത്രം ഞാൻ ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മളിവിടെ വന്നതൊരു വർക്ക്ഷോപ്പ്, ഓങ്കോസ്കോപ്പ് എന്നുള്ളൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനാണ്. 9:30-ക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 11:30 ആയി. കണ്ടുപിടിച്ച് നമ്മളിവിടെ എത്തിക്കാൻ. നമ്മളിപ്പോൾ മാനാഞ്ചിറ സ്ക്വയറാണ്. കോഴിക്കോട് ടൗണിൽ കപ്പിൾസിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് അമൃത പറയാൻ പറ്റും. ഞങ്ങൾ കോഴിക്കോട് ഹൽവ അമൃത പ്രിയ വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞത് കാരണം നമ്മൾ എക്സസൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാധനത്തിൽ കോഴിക്കോട് ബീച്ചിൽ ഞാനുണ്ട് ഒരു വർക്ക്ഷോപ്പിന് വന്നതാണ്. ഇവളാണ് നമ്മുടെ ടൂർ ഗൈഡ്. ടൂർ ഗൈഡ് നമ്മളെ SM സ്ട്രീറ്റ് മക്കളെ ഇതാണ് SM സ്ട്രീറ്റ് എന്നിട്ട് വന്നു എന്നെ കളിയാക്കിയതാണ്. ഹലോ ഗൈസ്, ഫൈനലി കടലിൽ നിൽക്കുവാണ്. ബീച്ചിലൊന്നും വരുമെന്ന് പ്രതീക്ഷിച്ചല്ലോ. അവിചാരിത മുഹൂർത്തം. അവിചാരിതമായിട്ടൊന്നുമല്ല, ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ അധികം നേരം ഇരുന്നില്ല, ഉച്ചയായപ്പോഴത്തേക്ക് ഇറങ്ങി. എനിക്കുണ്ടല്ലോ മുടി, ഞാൻ കഴിച്ചോ? യാത്രയുടെ അവസാനം എങ്ങനെയൊക്കെ കോഴിക്കോട് ഫറോക്ക് സ്റ്റേഷൻ എത്തി. മൊത്തത്തിലൊരു കോമഡി ദിവസമായിരുന്നു.
ഫുൾ ക്ഷമനം. ആക്ച്വലി എത്തിപ്പെടല്ല, ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. അങ്ങനൊന്നും പറയല്ലടി, ഞാൻ എല്ലാവരോടും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ചധികം തിരക്കായി പോയി സ്ലീപ്പർ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞ് ബാക്കിൽ പോയി നിന്ന് അപ്ഗ്രേഡ് തരാം. പിന്നെ ഞങ്ങൾക്ക് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങി. അടുത്ത ട്രെയിൻ വരുമ്പോൾ പിന്നെ അപ്ഗ്രേഡ് ചെയ്ത് തരുമെന്ന് ചോദിക്കാമെന്ന് കരുതി. അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഒരു എന്താണ് ഇന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, ആദ്യത്തെ ഹാഫ് നല്ല ബോറായിരുന്നു, അവസാനത്തെ ഹാഫ് നല്ലതായിരുന്നു. അവസാനത്തെ ഹാഫിൽ പലതും സംഭവിച്ചു. കുറേ സന്തോഷിച്ചു, കുറേ വിഷമിച്ചു, ഭയങ്കര നല്ല കുറേ എല്ലാ ഫീലിങ്സും ഉണ്ട്, എക്സൈറ്റ്മെന്റ് എല്ലാം. അപ്പോൾ അതോടെ നമ്മുടെ കോഴിക്കോട് ട്രിപ്പ് കൂടെ അവസാനിക്കുകയാണ്. ഇനി നേരത്തെ പോകണം ഗൈസ്, അല്ലെങ്കിൽ നാളെ രാവിലെ വരണ്ടേ. അതാ ശരി, വേണം നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, പക്ഷേ അത് നമ്മളത് യൂസ് ആക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് ഒരു വട്ടം യൂസ് ആക്കാം. എപ്പോഴും പറ്റത്തില്ലല്ലോ, വല്ലപ്പോഴും. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം തിരിച്ചു പോകാം. പിന്നെ ഇതിൻ്റെ അകത്ത് വേഗമായിട്ടാണ് ഞാൻ ബ്ലോഗ് എടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയുന്നൊന്നുമില്ല. ബേസിക്കലി നമ്മൾ പോയത് എന്തിനാന്ന് പറഞ്ഞേക്കാം, അതായത് ഓൺകോസ്കോപ്പ് 2.0 എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തുന്ന ഒരു ഓൾ ഇന്ത്യ അണ്ടർ ഗ്രാജുവേറ്റ് ഓങ്കോളജി സബ്മിറ്റ് ആയിരുന്നു. അതിൽ നിന്ന് ഐഡിയാത്തോൺ എന്ന് പറഞ്ഞ പരിപാടിക്ക് വേണ്ടിയാണ് നമ്മൾ പോയത്. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് എത്തിയത്. നമ്മൾ പരിപാടി കണ്ടു, കുറച്ചൊരു 4-5 പ്രസൻറ്റേഷൻ കണ്ടു. അത് കഴിഞ്ഞ് ഫുഡിൻ്റെ ബ്രേക്ക് ആയപ്പോഴേക്കും നമ്മൾ ഫുഡ് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം 1-to-1 ഇൻട്രാക്ഷൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങി. ഐ ഹോപ്പ് നമ്മളെ പറഞ്ഞയച്ചവർ ഈ വീഡിയോ കാണില്ല, ഞാൻ മാത്രം കാണല്ലേ ദേവി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. പ്രത്യേകിച്ച് ഇപ്പം അധികം പേരൊന്നും കാണുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. പിന്നെ എൻ്റെ കോളേജിൽ തന്നെ എൻ്റെ വളത്തരങ്ങൾ കാണുന്നവർ ഇതും കാണും. പിന്നെ ഫാൻസ് പേരൊന്നും എടുത്ത് പറയട്ടല്ലോ. അങ്ങനെ കാണുക. ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുന്നവരെ കുറിച്ച് അടുത്ത വീഡിയോയിൽ കമന്റ് ചെയ്യുന്നവരുടെ പേരെടുത്ത് പറയും. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് റൂമിൽ, അതിൻ്റെ അകത്ത് എഴുതി വെക്കും, എന്നിട്ട് അത് കാണിക്കും. നമ്മൾ ഭാവിയിൽ വലിയ യൂട്യൂബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ആ ബോർഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പോസ്റ്റ് ഇടും. അപ്പോൾ ആ ബോർഡിൻ്റെ പേര് വരണമെങ്കിൽ ഇപ്പോഴേ നിങ്ങളെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ്. ഞാൻ വീട്ടിലെത്തുമ്പോൾ എന്തായാലും ഞാൻ വർക്കലോട്ട് പോവുകയാണ്. ഒരു രാവിലെ നാളെ നേരം വിളിക്കും. ഞാൻ എത്തുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് പോകുന്ന സ്ഥലം പോലും അറിയത്തില്ല, എങ്ങോട്ടാ അങ്ങ് പോകും. വീട്ടുകാർക്കൊന്നും വേണ്ട, ഇറങ്ങി പൊക്കോളാണ്. മിക്കവാറും കോളേജിൽ തന്നെ ഞാനിപ്പം വർക്കലോട്ട് ട്രെയിനൊന്നും ഇല്ല. ഞാൻ കൊല്ലത്ത് ഇറങ്ങാൻ പോവാണ്. കൊല്ലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പയ്യെ വർക്കലോട്ടൊക്കെ പോവാം. എന്നിട്ട് വീട്ടിലോട്ട് ചെല്ലാം എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഹോപ്പ്ഫുള്ളി ഞാൻ നാളെ രാവിലെ എത്താം. ഇവളെ എവിടെയെങ്കിലുമൊക്കെ എത്തും. എനിക്ക് ഞാൻ നാളെ കൊല്ലത്തിനാണ് ഇറങ്ങുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ നാഗർകോവിൽ എക്സ്പ്രസ്സിന് നാഗർകോവിൽ എത്തും, ഉറങ്ങിപ്പോവാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നാഗർകോവിൽ വ്ളോഗ് സോളോ ട്രിപ്പ്. നാഗർകോവിൽ പണ്ടില്ല, 0 മണി. എന്നെ ഇനിയിപ്പോൾ ഒരു 175 ഞാൻ കുറച്ച് വയസ്സായിട്ടാണ് വന്നത്. ഇപ്പം എന്തായാലും 175 രൂപ എൻ്റെ അക്കൗണ്ടിലുള്ളത്. നാഗർകോവിൽ തിരിച്ചു വരാൻ പോലുള്ള കാശുണ്ടോ എന്നുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് നോക്കാം. അലാമൊക്കെ വെച്ചിട്ട് ട്രെയിൻ കിടന്നുറങ്ങാം. ബൈ.